ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി പച്ചരി പായസമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. 1.5 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 250 ഗ്രാം വരും. അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. ഈ കുക്കറിൽ 2 വിസിലാണ് കേൾപ്പിക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ പച്ചരി പായസം നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നെഹൽമോൻ ഒരു 5-6 ചെറുപയറൊക്കെ വാരി ഇട്ടിട്ടുണ്ട്. ചെറുപയറും ചേർക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലെ കുക്കറിനനുസരിച്ചിരിക്കും വിസിൽ കേൾപ്പിക്കുന്നത്. ആദ്യം ഒരു 2 വിസിലാണ് കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വിസിൽ കേൾക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2 വിസിലൊക്കെ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഒട്ടും തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കണ്ടോ, ഒട്ടും തന്നെ അടിക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ 250 ഗ്രാം അരിക്ക് 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കാൻ വെക്കാം. ശേഷം 1/2 ലിറ്റർ പാലും ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈ പച്ചരി പായസം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ. അങ്ങനെ പാലും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പശുവും പാലാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് എല്ലാം ഉരുകി സെറ്റായി വന്നിട്ടുണ്ട്. ചൗരി ഇനി വേവിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ പച്ചരിയിലേക്ക് ശർക്കര പാനി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ ഒരു വിസിലും കൂടെ കേൾപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ 3 വിസിലാണ് ഈ പച്ചരി വേകാൻ വേണ്ടിയിട്ട് നമ്മൾ കേൾപ്പിക്കുന്നത്. ശേഷം ശർക്കരപ്പാനി എല്ലാം ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച ചൗരി അതിലേക്കിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ചൗരിയും പച്ചരിയും ശർക്കരപ്പാനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു വിസിലും കൂടെ ഇനി കേൾപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കുക്കർ അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഞാൻ ഈ വെക്കുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു വിസിലൊക്കെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ അടപ്പ് തുറന്ന് നോക്കി എല്ലാം അടിപൊളി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ക്യാമറയിൽ ആവി തട്ടുന്നുണ്ട്, അതാണ് ഈ കളർ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇളക്കിയതിന് ശേഷം ഉരുളിയിലേക്ക് ഫുള്ളായിട്ട് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കട്ടിയുള്ള ഉരുളിയിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്ത് നമുക്ക് 2ാം പാലും 1ാം പാലും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ തേങ്ങ പാൽ ഒഴിക്കുന്നുള്ളൂ, പശുവും പാലും കൂടെ ഒഴിക്കുന്നത് കൊണ്ട്. അപ്പം 2ാം പാൽ ഫുള്ള് നമ്മൾ ആ പച്ചരിയിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2ാം പാലാണ്, തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചേക്കുന്നത്. 2ാം പാലിൽ കിടന്ന് ഒന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് 1 സ്പൂൺ ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചുക്കുപൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് വയണ ഇലയാണ്. മുറിച്ചിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. നല്ല മണവും നല്ലൊരു സ്വാദൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറുകി വന്നതിന് ശേഷം നമ്മൾ പശുവും പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ശേഷം ഇനി ഇതിലേക്ക് മിൽമയുടെ 1 സ്പൂൺ നെയ്യും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം പായസം എല്ലാം കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് പായസം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ വറുത്തിടേണ്ടതുണ്ട്. അപ്പോൾ ഇനി ആ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു 7-10 ഏലക്കയും 1 സ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് ചൂടാക്കി പൊടിച്ച് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. ശേഷം 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കപ്പലണ്ടിയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം പൊടിച്ചെടുത്ത ജീരകവും ഏലക്കപ്പൊടിയും പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ വറുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച എല്ലാം ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും തേങ്ങാക്കൊത്തും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം
ഇനി ചെയ്യുന്നതാണ് നമ്മുടെ ഒന്നാം പാല് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നാം പാൽ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.